ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ റെസിപ്പി കൊണ്ടാണ്. എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലമാണ്, നമ്മുടെ കുട്ടികൾ ഭക്ഷണമൊന്നും കഴിക്കണില്ല, അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പം മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിലെ ന്യൂട്രീഷ്യൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഇത്. ഡെയിലി നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ വെയിറ്റ് കൂടാനും അതുപോലെ തന്നെ ആരോഗ്യത്തോടെ ഇരിക്കാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു ഡ്രിങ്ക് ആണിത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 1 വയസ്സ് മുതലുള്ള എല്ലാ കുട്ടികൾക്കും കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആണ്. ഇതിനാവശ്യമായിട്ടുള്ള എന്തൊക്കെയാ നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ബോയിൽ ചെയ്തതാണ്, ഒരു 6 ഈന്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ 6 ബദാം, 6 കാഷ്നട്ട്. ഞാൻ 1 ഗ്ലാസ് അളവിന്റെ ആണ് കാണിക്കുന്നത്. 1 ഗ്ലാസ് പാലാണ്. ഫ്രഷ് മിൽക്ക് കുടിക്കാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഫോർമുല മിൽക്ക് വെച്ചിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ വെച്ചിട്ട് ചെയ്യാം. ഇനി ഇത് നമുക്കൊരു മിക്സിന്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനൊരു മിക്സിന്റെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ബദാം ഈന്തപ്പഴമൊക്കെ ഒന്ന് കുതിർത്തിട്ട് വേണമെങ്കിൽ അരക്കാം. ഞാൻ കുറച്ച് പീസസ് കടിക്കാണ്ടായാലും കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ടാണ് ഡയറക്റ്റ് ചേർക്കണത്. അപ്പൊ കുഞ്ഞു കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ കുതിർത്തിട്ട് അരച്ചാൽ മതി, നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കുക. വലിയ കുട്ടികളാണെങ്കിൽ അവര് ചെറിയ പീസസ് ഒക്കെ കടിച്ചു തിന്നോളും. നമ്മൾ മിക്സിയിലേക്ക് ഇടുമ്പോ ഈന്തപ്പഴത്തിന്റെ കുരു കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. മൊത്തം നമ്മള് ഈന്തപ്പഴം കുരു കളഞ്ഞിട്ടുണ്ട്, ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് പാലും കൂടെ ഇട്ടിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒരു തുണിയും ചേർക്കണ്ട കേട്ടോ, വെള്ളം ഇല്ലാണ്ട് തന്നെ അരച്ചെടുക്കാം. ഇനി അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മഗ്ഗിലൊക്കെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടെ ഇഷ്ടത്തോടു കൂടി കഴിക്കും. അപ്പൊ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നട്ട്സിന്റെ കുറച്ച് പീസസ് ഒക്കെ ഉണ്ട്, അത് വലിയ കുട്ടികളാവുമ്പോ അവരത് കഴിച്ചോളും. അപ്പൊ നമ്മള് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ ഇത്. നല്ല സ്മൂത്തി ഒക്കെ പോലെ അവര് കഴിച്ചോളും. അപ്പൊ നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തു നോക്കുക. നല്ല ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങൾ 1 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു നോക്കുക, അവരുടെ വെയിറ്റിലൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ അതുപോലെ നട്ട്സ് നിങ്ങൾ ചേർക്കുമ്പോൾ നട്ട്സ് അലർജി ഉള്ള കുട്ടികളുണ്ടാവും. അപ്പൊ അവർക്ക് ഏത് നട്ടാണോ അലർജി ഉള്ളത് അത് നിങ്ങൾ ഒഴിവാക്കിയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കഫക്കെട്ടുള്ള കുട്ടികളാണെങ്കിൽ ഫ്രഷ് മിൽക്ക് ഒഴിവാക്കുക. ഫോർമുല മിൽക്കാണ് കൊടുക്കുന്നത് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ തേങ്ങാപ്പാല് ചേർത്തിട്ട് അങ്ങനെ ചെയ്യാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ ഈ എന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ അതിന്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല യൂസ്ഫുൾ റെസിപ്പിയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.